Good evening, dear children. Welcome to another session of our English class. I am your Asha teacher, and today we are going to learn the conditional clause if. You might have studied it in your lower classes. So let's have a quick revision of our conditional clause if. See, if clauses refer to condition, so they are called conditional clauses. നമ്മൾ ഇഫ് ക്ലോസിനെ പറയുന്ന വേറൊരു പേരാണ് കണ്ടീഷണൽ ക്ലോസസ്. കാരണം എന്താണ്, ഒരു കണ്ടീഷനെയാണ് അത് കാണിക്കുന്നത്. അതായത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം, അല്ലേ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടാം, അങ്ങനെ പറയുന്നതാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ക്ലോസസിനെയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയുന്നത്. സോ ദർ ആർ 3 types ഓഫ് കണ്ടീഷണൽ ക്ലോസസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. എന്താ ഈ ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് വെച്ചാൽ നടക്കാൻ വളരെ സാധ്യതയുള്ളതാണ്, അല്ലേ. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ വേറൊരു പേര് പറയും പ്രോബബിൾ ക്ലോസ്, അതായത് നടക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ പറയും ഇംപ്രോബബിൾ, അത്ര സാധ്യതയില്ല, സാധ്യത കുറച്ച് കുറവാണ്, അതാണ് സെക്കൻഡ് കണ്ടീഷണൽ. ഇനി തേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്തായാലും സംഭവിക്കില്ല, ഇമ്പോസിബിൾ. അപ്പോൾ ഇത് മൂന്നും ആദ്യം ഓർത്ത് വയ്ക്കുക. എന്താണ്? ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് വെച്ചാൽ നല്ല ചാൻസ് ഉള്ളതാണ്, സെക്കൻഡ് കണ്ടീഷണൽ ചാൻസ് കുറവാണ്, തേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ അത് നടക്കാൻ ഒരു സാധ്യതയും ഇല്ല, കാരണം സംഭവം എല്ലാം കഴിഞ്ഞു, ഇനി എന്തായാലും അപ്പോൾ അത് നടക്കില്ല, അതാണ് തേർഡ് കണ്ടീഷണൽ. നമുക്കിനി ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ പറയുന്നതിന് മുന്നേ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ് ഗിവൺ ഹിയർ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് pass the exam. Third one, if you had studied well you would have passed the exam. അപ്പോൾ പഠിച്ചാൽ ജയിക്കും എന്നുള്ള അർത്ഥം വരുന്നതാണ് ഈ 3 സെൻറ്റൻസും. പക്ഷേ ഗ്രാമർ കുറച്ച് മാറിയപ്പോൾ മൂന്നിൻ്റെ മീനിങ്ങിനും നല്ല വ്യത്യാസം ഉണ്ടായി. എന്താണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം. നീ നന്നായി പഠിച്ചാൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പാസ്സാവും. രണ്ടാമത്തേതാണെങ്കിലോ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം. അതിനത്ര ഉറപ്പില്ല, ഓക്കെ, അതിനുള്ള ചാൻസ് ഇത്തിരി കുറച്ച് കുറവാണ്. പക്ഷെ തേർഡ് വൺ നോക്കി, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ എക്സാം ജയിച്ചേനെ. എന്ന് വെച്ചാൽ കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു, അല്ലേ, പഠിച്ചുമില്ല ജയിച്ചുമില്ല. അപ്പോൾ പറയാണ് നീ പഠിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷണലാണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദ എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് കണ്ടീഷണലാണ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ് ദ എക്സാം, ഇത് തേർഡ് കണ്ടീഷണലാണ്. സോ ആദ്യം ഈ എക്സാമ്പിൾസ് ഒന്ന് എഴുതി നോക്കൂ. വ്യത്യാസം വന്നത് എവിടെയാണെന്ന്, അതിൻ്റെ സ്ട്രക്ചറിൽ എവിടെയാണ് വ്യത്യാസം വന്നതെന്ന് നോക്കൂ. ലെറ്റ് മീ ആഡ് വൺ മോർ പോയിൻറ്റ്. ഈ ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസിന് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയും, മറ്റേ ക്ലോസിന് മെയിൻ ക്ലോസ്. ഓക്കെ, അപ്പോൾ ഇഫ് വെച്ച് തുടങ്ങുന്നത് ഇഫ് ക്ലോസ്, മറ്റേതെന്ന് പറയുന്നത് മെയിൻ ക്ലോസ്. ഇപ്പോൾ ആദ്യം ഇഫ് ക്ലോസ് വരണം എന്നില്ല, ഇപ്പോൾ ചില സെൻറ്റൻസസിൽ തിരിച്ചും വരാം. മെയിൻ ക്ലോസ് ആദ്യം വന്നിട്ട് ഇഫ് ക്ലോസ് രണ്ടാമത്, അങ്ങനെയും വരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷണലിനകത്തുള്ള ഫസ്റ്റ് സെൻറ്റൻസിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വന്നേക്കുന്നത്? ഇഫിൻ്റെ കൂടെ വേർബിൻ്റെ ഏത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ. ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസാണ് വന്നേക്കുന്നത്. മെയിൻ ക്ലോസിൻ്റെ കൂടെയോ വിൽ പ്ലസ് വേർബാണ് വന്നേക്കുന്നത്, അല്ലേ. അപ്പോൾ വില്ലിന് പകരം വേറെയും 2 വരാം. ഏതൊക്കെയാണ്? മറ്റ് മോഡൽ ഓക്സിലറീസ് ആയിട്ടുള്ള ഷാൽ, ക്യാൻ, മേ, ഇതിലേത് വേണമെങ്കിലും വരാം. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ്. ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. ഇഫ് യു ഗെറ്റ് ഹിയർ ബിഫോർ 8 വി ഷാൽ ക്യാച്ച് ദ ഏർലി ട്രെയിൻ. അപ്പോൾ ഇതിനകത്ത് വർക്ക് എന്ന് പറയുന്നതിന് അണ്ടർലൈൻ ചെയ്യുക. മെയിൻ ക്ലോസിനകത്ത് വിൽ സക്സീഡ്, അതും അണ്ടർലൈൻ ചെയ്യുക. സെക്കൻഡ് സെൻറ്റൻസിനകത്ത് ഇഫ് യു ഗെറ്റ് ഹിയർ അല്ലെ ഗെറ്റിന് അണ്ടർലൈൻ ചെയ്യുക. മെയിൻ ക്ലോസിൽ ഷാൽ ക്യാച്ച്, അത് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? അതായത് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുമ്പം ഇഫ് ക്ലോസിൻ്റെ കൂടെ വേർബിൻ്റെ V1 മാത്രമേ കാണുള്ളൂ. മെയിൻ ക്ലോസിൻ്റെ കൂടെ വില്ലോ, ഷാലോ, ക്യാനോ, മേയോ, അതിൻ്റെ കൂടെ ഏതുകൂടെ ഉണ്ടാവും? വേർബും കൂടെ ഉണ്ടാവും. എക്സാമിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയോ? ഇഫ് വെച്ചിട്ടൊരു
ഹാഫ് സെൻറ്റൻസ് ഇഫ് വെച്ചിട്ടുള്ളൊരു ക്ലോസ് തരും. അപ്പോൾ നിങ്ങൾ ആ ക്ലോസ് നോക്കിയിട്ട് അതിനകത്ത് വേർബ് നോക്കണം. വേർബ് നോക്കിയിട്ട് വേർബ് ഏതിനകത്താണ് കിടക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ V1 കിടക്കണമെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഫസ്റ്റ് കണ്ടീഷണലാണ്. അപ്പോൾ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും വരേണ്ടത്? നിങ്ങൾ എന്ത് ഐഡിയ ഉണ്ടെങ്കിലും അതിനകത്ത് എഴുതുമ്പോൾ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ അതിൻ്റെ കൂടെ ഒരു വേർബും കൂടെ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ആയിരിക്കും എക്സാമിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ കൂടെ V1 വന്ന ഫസ്റ്റ് കണ്ടീഷണലാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ കൂടെ V2 ആണ് വരുന്നതെങ്കിലോ, V2 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് സെക്കൻഡ് കണ്ടീഷണൽ. ഓക്കെ, ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ നോക്കി. ഇഫ് ഐ വർക്ക്ഡ് അല്ലേ, വർക്കല്ല വർക്ക്ഡ് ആണ്, V2 ആണ് അല്ലേ. ഇഫ് ഐ വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ്. അതിനടുത്തുള്ള സെൻറ്റൻസിലാണെങ്കിൽ ഇഫ് ഐ ന്യൂ ഹെർ നെയിം അല്ലേ, KNOW V1 ആണ്, അതിൻ്റെ V2 എന്ന് പറയുന്നത് എന്താണ്, KNEW ന്യൂ ആണ് അല്ലേ. അപ്പോൾ അവിടെ രണ്ടിൽ എന്താ നമ്മൾ കണ്ടത്? ഇഫ് ക്ലോസിനകത്തുള്ള വേർബ് V2 ആയിരിക്കും സെക്കൻഡ് കണ്ടീഷണലിൽ. അപ്പോൾ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കും? അവിടെ തന്നെയുള്ള എക്സാമ്പിൾ നോക്കി. ഇഫ് ഐ വർക്ക് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് സക്സീഡ് അല്ലേ. ഇപ്പോൾ വുഡ് പ്ലസ് വേർബാണ്. സെക്കൻഡ് സെൻറ്റൻസിലാണെങ്കിലോ ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. അപ്പോൾ വുഡ് പ്ലസ് വേർബ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇഫിൻ്റെ കൂടെ V2 ആയിരിക്കും. അതേപോലെ മെയിൻ ക്ലോസിനകത്താണെങ്കിൽ വുഡ് മാത്രം തന്നെ വരണം എന്നില്ല, വുഡോ ഷുഡോ കുഡോ മൈറ്റോ വരാം, അത് പ്ലസ് വേർബ് ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഇഫ് യു സാങ് വെൽ യു വുഡ് ഗെറ്റ് ഫസ്റ്റ് പ്രൈസ് അല്ലേ. ഇപ്പോൾ സാങ് എന്ന് പറയുന്നത് അതിൻ്റെ 3 ഫോംസ് ഏതാണ്? ഇത് സിങ്, സാങ്, സങ് ആണല്ലേ. അപ്പോൾ V1 സിങ് ആണ്, V2 സാങ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് V2 ഇഫ് ക്ലോസിൻ്റെ കൂടെ V2 ആണ്. അതേപോലെ മെയിൻ ക്ലോസിനകത്ത് എന്താണ്? യു വുഡ് ഗെറ്റ് അല്ലേ, വുഡ് പ്ലസ് വേർബാണ്. അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ട് പറയാൻ പറ്റും സെക്കൻഡ് കണ്ടീഷണൽ. മറ്റൊരു എക്സാമ്പിൾ നോക്കി. ഇഫ് യു ടോക്ക്ഡ് വെൽ ദേ വുഡ് സെലക്ട് യു. ഇഫ് ക്ലോസിൻ്റെ കൂടെ V2 ആണ്, ടോക്ക്ഡ് അല്ലേ. അതേപോലെ വേർബിൻ്റെ V2 ആണ് അവിടെ. മെയിൻ ക്ലോസിനകത്താണെങ്കിൽ വുഡ് പ്ലസ് സെലക്ട്. അതേതാണപ്പോൾ? സെക്കൻഡ് കണ്ടീഷണൽ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണലും സെക്കൻഡ് കണ്ടീഷണലും കഴിഞ്ഞു, രണ്ടും സിമ്പിളാണ്. നമുക്കിനി തേർഡ് കണ്ടീഷനിലോട്ട് പോവാം. എക്സാംസിനൊക്കെ കൂടുതൽ ചോദിക്കുന്നത് ഫസ്റ്റും തേർഡും ആണ് കേട്ടോ. തേർഡ് കണ്ടീഷണലിൻ്റെ എക്സാമ്പിൾ നോക്കി, ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ നോക്കി. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ യു കുഡ് ഹാവ് മെറ്റ് ഹിം. നമുക്ക് ആദ്യം ഇഫ് ക്ലോസ് മാത്രം നോക്കാം. അവിടെ എങ്ങനെയാണ് വേർബ് വന്നേക്കുന്നത്? ഹാഡ് ഗോൺ അല്ലേ. അപ്പോൾ ഹാഡ് ഗോൺ എന്ന് പറയുന്നത് ഗോൻ്റെ V3 ആണ് അല്ലേ. അപ്പോൾ ഹാഡ് പ്ലസ് ഗോൺ, ഹാഡ് പ്ലസ് ഗോൺ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ. അപ്പോൾ തേർഡ് കണ്ടീഷനിലാണെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ കൂടെ എന്തായിരിക്കും? ഹാഡ് പ്ലസ് V3. അവിടെ തന്നെയുള്ള സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് ഹാവ് സക്സീഡഡ്. ഇഫ് ക്ലോസിൽ എന്താ തന്നേക്കുന്നത്? ഹാഡ് വർക്ക്ഡ് അല്ലേ. ഹാഡിൻ്റെ കൂടെ എപ്പോഴും V3 വരാറുള്ളൂ അല്ലേ. അപ്പോൾ ഹാഡ് വർക്ക്ഡ് എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസ് ഹാഡ് പ്ലസ് V3 ആകുമ്പോൾ തേർഡ് കണ്ടീഷണൽ. അപ്പോൾ തേർഡ് കണ്ടീഷണലിനകത്ത് ഇഫ് ക്ലോസിൽ എപ്പോഴും വരിക ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 എന്നുള്ള പറയുന്നതിന് നമ്മൾ പറയുന്ന വേറൊന്നാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോമാണ് ഹാഡ് പ്ലസ് V3. അപ്പോൾ ടെക്സ്റ്റിനകത്ത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 ആണ്, വേർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ തേർഡ് കണ്ടീഷണലിൻ്റെ ഇഫ് ക്ലോസ് അറിയാം. നമുക്കിനി മെയിൻ ക്ലോസ് ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ നോക്കി. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ യു കുഡ് ഹാവ് മെറ്റ് ഹിം അല്ലേ. കുഡ് പ്ലസ് ഹാവ് പ്ലസ് മെറ്റ്. അതിന്ന് ആ ഫോം പറഞ്ഞ് എങ്ങനെയാണ് തന്നേക്കുന്നത്? മെയിൻ ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷണലിൽ മെയിൻ ക്ലോസിൻ്റെ ഫോം എന്ന് പറയുന്നത് കുഡ് പ്ലസ്, കുഡ് തന്നെ ആവണം എന്നില്ല, വുഡോ ഷുഡോ മൈറ്റോ ഒക്കെ ആവാം. ഓക്കെ, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് ഇതിലേതെങ്കിലും ആവാം, പ്ലസ് ഹാവ് പ്ലസ് V3. തേർഡ് കണ്ടീഷണലിലെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V3. ആ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കി.
If you had gone there, you could have met him. Second example നോക്കിയേ. If I had worked with confidence, I would have succeeded. സക്സീഡിൻ്റെ V3 ഫോമാണ് അവിടെ. I would have succeeded. Look at some more examples. If you had studied well, you would have passed the exam. വേറൊന്ന്, if you had sung well, you would have got first prize. അല്ലേ? ഇഫ് ക്ലോസിനകത്ത് ഹാഡ് പ്ലസ് V3 ആണ്. മെയിൻ ക്ലോസിനകത്താണെങ്കിൽ would പ്ലസ് have പ്ലസ് V3. One more example. If you had talked well, they would have selected you. അതിനകത്ത് നോക്കി ഇഫ് ക്ലോസിനകത്ത് ഏതാ ഹാഡ് പ്ലസ് ടോക്കിൻ്റെ V3 ആയിട്ടുള്ള ടോക്ക്ഡ് ആണ് അല്ലേ? ടോക്കിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്? ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ് ആണ് അല്ലേ? ഇഫ് യു ഹാഡ് ടോക്ക്ഡ് വെൽ, ദേ വുഡ് ഹാവ് സെലക്റ്റഡ് യു. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, ലുക്ക് അറ്റ് ദ ടേബിൾ ഗിവൺ ഹിയർ. ഇറ്റ് വിൽ മേക്ക് യു റിവൈസ് ദ ഫോംസ് ഈസിലി. പെട്ടെന്ന് തന്നെ ഫോംസ് നമുക്ക് മനസ്സിലാവും. നോക്കിയേ, ദർ ആർ 3 conditionals. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ. ഫസ്റ്റ് കണ്ടീഷണലിനകത്ത് ഇഫ് ക്ലോസിനകത്ത് ഇഫ് പ്ലസ് V1. മെയിൻ ക്ലോസ് ആണെങ്കിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വേർബ്. സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ ഇഫിൻ്റെ കൂടെ V2. മെയിൻ ക്ലോസിൽ വുഡ് ഓർ കുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് വേർബ്. തേർഡ് കണ്ടീഷനിലാണെങ്കിൽ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3. മെയിൻ ക്ലോസിലാണെങ്കിൽ വുഡ് ഓർ കുഡ് ഓർ പ്ലസ് ഹാവ് പ്ലസ് V3. Please take down this table in your notebook and you should write all the examples also. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഈ ടേബിൾ ആദ്യം ഒന്ന് വരച്ചെടുത്തിട്ട് ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഒരു സ്ലൈറ്റ്ലി കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇത്രയും കേട്ട് ഉറപ്പിച്ചതിന് ശേഷം അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഒരു കുട്ടികൾക്കുള്ള ഒരു സ്റ്റോറിയാണ്. It's given in page number 33. Let's practice. Would you like to know the story of the cat and the mouse? Complete the conditional sentences to get the full story. Once upon a time, a cat bit a mouse's tail off. "Give me back my tail," said the mouse. And the cat said, "Well, I would give your tail back if you fetched me some milk, but that's impossible for a little mouse like you." അവിടെ ആ ഡാർക്കൺ ചെയ്തേക്കുന്ന ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുക്കുന്നത് ഏതാ? വുഡ് ഗീവ് അല്ലേ? വുഡ് ഗീവും ഫെച്ച്ഡും ആണ്. ഇതിനകത്ത് നോക്കി മെയിൻ ക്ലോസ് ആദ്യമാണ് വന്നേക്കുന്നത് അല്ലേ? ഐ വുഡ് ഗീവ് യുവർ ടെയിൽ ബാക്ക് ഇഫ് യു ഫെച്ച്ഡ് മീ സം മിൽക്ക്. മെയിൻ ക്ലോസ് ആദ്യവും ഇഫ് ക്ലോസ് സെക്കൻഡുമാണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങൾ ആ ഇഫ് ക്ലോസിനകത്തുള്ള വേർബും മെയിൻ ക്ലോസിനകത്തുള്ള വേർബും നോക്കിയിട്ട് അത് ഏത് കണ്ടീഷണലാണെന്ന് മനസ്സിലായോ? ഇഫിനകത്തുള്ള വേർബ് V2ലാണ്. മെയിനകത്തുള്ളതാണെങ്കിലോ വുഡ് പ്ലസ് ഗീവ് ആണ്. അപ്പോൾ ഏതാ? സെക്കൻഡ് കണ്ടീഷണലാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന ഗ്യാപ്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വണ്ണിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട് അവിടെ. ദ മൗസ് ഹൗഎവർ വെന്റ് ടു എ കൗ. എന്താ പറഞ്ഞേ? ദ കാറ്റ് വിൽ ഓൺലി ഗീവ് മീ ബാക്ക് മൈ ടെയിൽ ഇഫ് ഐ ഫെച്ച് ഹെർ സം മിൽക്ക്. അവിടെ നോക്കി, ഇവിടെയും ഇത് മെയിൻ ക്ലോസ് ആണ് ആദ്യം, ഇഫ് ക്ലോസ് സെക്കൻഡ് ആണ് അല്ലേ? മെയിൻ ക്ലോസിനകത്തുള്ള വേർബ് ഏതാ? വിൽ പ്ലസ് വേർബാണ്. ഇഫ് ക്ലോസിനകത്താണെങ്കിൽ ഏതാണ്? ഇഫ് പ്ലസ് V1 ആണ്. അപ്പോൾ ഇത് ഏതായിരുന്നു? ആ ടേബിൾ നോക്കിയേ, ഫസ്റ്റ് കണ്ടീഷനിലായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മുതലുള്ളതിൽ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട്. 2 എണ്ണം നമുക്ക് ഇവിടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. ആൻഡ് ദ കൗ സെഡ്, "വെൽ, ഐ വുഡ് ഗിവ് യു സം മിൽക്ക് ഇഫ് യു ഡാഷ് മീ സം ഹേ." നോക്കിയേ, അവിടെ ഇഫ് ക്ലോസ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇഫ് ക്ലോസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ ക്ലോസ് ഏതിലാണ്? മെയിൻ ക്ലോസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഏതാ? ഐ വുഡ് ഗീവ്, വുഡ് പ്ലസ് ഗീവ് ഏത് കണ്ടീഷനിലാണ്? ആ ടേബിൾ നോക്കിയേ, വുഡ് പ്ലസ് വേർബ് സെക്കൻഡ് കണ്ടീഷനിലാണ് അല്ലേ? അപ്പോൾ അവിടെ ഇഫ് യു
ഡാഷ് മീ സം ഹേ, അവിടെ എന്താ എഴുതേണ്ടത്? ഇഫ് യു ഗെറ്റിൻ്റെ V2 അതേതാ? ഗോട്ട്. ഇഫ് യു ഗോട്ട് മീ സം ഹേ. ഓക്കെ. നെക്സ്റ്റ് വൺ. The mouse, however, went to a farmer. The cat will only give my tail back if the cow dash me some milk. And the cow dash only give me some milk if I get her some hay. നോക്കാം അവിടെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി. The cat will only give my tail back if the cow dash me some milk. അവിടെ മെയിൻ ക്ലോസിനകത്ത് എങ്ങനെയാണ് വേർബ് വന്നേക്കുന്നത്? will plus give ആണ്. വിൽ പ്ലസ് ഗീവ് എന്ന് പറയുമ്പോൾ ഏത് കണ്ടീഷനിലാണ്? ടേബിൾ നോക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനിലാണ് അല്ലേ. അപ്പോൾ ഇഫിൻ്റെ കൂടെ എന്ത് മതി? V1 മാത്രം മതി. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ഇഫ് ദ കൗ ഡാഷ് എന്നാണ് അല്ലേ. അപ്പോൾ ഗിവിൻ്റെ V1 ഫോം തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ ഏതാ എഴുതേണ്ടത്? കൗ സിംഗുലർ ആണല്ലേ. അപ്പം നമുക്ക് വേർബിൻ്റെ സിംഗുലറും കൂടെ അവിടെ എഴുതണം. സിംഗുലർ ഫോം എന്ന് പറയുമ്പോൾ ഏത് ഫോമാണ്? പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ ഫോം എന്ന് പറയുമ്പോൾ ഏതാ? യെസ് ഫോം ആണ് അല്ലേ. യെസ് ഫോം ആണ്. അപ്പം നമ്മളവിടെ എന്താ എഴുതേണ്ടത്? കൗ ഗിവ്സ് എന്ന് എഴുതണം. ഓക്കെ, കൗ ഗിവ്സ്. ബാക്കി നോക്കി. ആൻഡ് ദ കൗ ഡാഷ് ഓൺലി ഗീവ് മീ സം മിൽക്ക് ഇഫ് ഐ ഗെറ്റ് ഹെർ സം ഹേ. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിനകത്ത് നോക്കിയിട്ട് ഇതേതാണെന്ന് നോക്കി. ഏത് കണ്ടീഷനിലാണ്? അതിൻ്റെ കൂടെ ഗെറ്റാണ്. V1 ആണല്ലേ. V1 ആയിരിക്കുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനിലാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കും? വിൽ ഓർ ഷാൽ ഓർ മേ പ്ലസ് വേർബാണ്. അപ്പോൾ അവിടെ ഏതെഴുതാം? ആൻഡ് ദ കൗ വിൽ, ഒള്ളിയും കൂടെ അവിടെ തന്നിട്ടുള്ളതുകൊണ്ട് അതുകൂടെ എഴുതണം. വിൽ ഒൺലി ഗിവ് മീ സം മിൽക്ക്. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് പറയാം. ഏതാ? നെക്സ്റ്റ് വൺ കൂടെ നോക്കിയോ. ആൻഡ് ദ ഫാമർ സെഡ്, വെൽ ഐ വുഡ് ഗിവ് യു സം ഹേ ഇഫ് യു ഡാഷ് മീ സം മീറ്റ്, ബട്ട് ദാറ്റ്സ് ഇമ്പോസിബിൾ ഫോർ എ ലിറ്റിൽ മൗസ് ലൈക്ക് യു. നോക്കിയേ അവിടെ ഇഫ് ക്ലോസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ മെയിൻ ക്ലോസ് നോക്കിയേ, വുഡ് പ്ലസ് വേർബ് ആണ് അല്ലേ. വുഡ് പ്ലസ് വേർബ് ആണെങ്കിൽ ഏതാ? ടേബിൾ നോക്കുമ്പോൾ മനസ്സിലായി, സെക്കൻഡ് കണ്ടീഷനിലാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ ഇഫ് ക്ലോസ് എങ്ങനെയായിരിക്കും? V2 ആയിരിക്കും. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? ഇഫ് യു ബ്രിങ്, ബ്രിങ്ങിൻ്റെ V2 ഏതാ? ബ്രിങ് ബ്രോട്ട് ആണല്ലേ. അപ്പോൾ V2 ബ്രോട്ട് ആണ്. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? ഇഫ് യു ബ്രോട്ട് മീ സം മീറ്റ്. ഓക്കെ, സോ തന്നിട്ടുള്ള ടേബിളിൻ്റെ ഹെൽപ്പോടുകൂടി ബാക്കിയുള്ള ഗ്യാപ്സ് കൂടെ ഫില്ല് ചെയ്യുക. നമുക്ക് ആൻസേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് ചെയ്യണം. കാരണം ഈ ഇഫ് ക്ലോസ് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചറിലും പല സ്ഥലത്തും ഇതേപോലെ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. അപ്പോൾ ഇത് വെറുതെ ഈസി ആണെന്ന് കരുതി വെറുതെ ഇത് വിട്ട് കളയരുത്. തീർച്ചയായിട്ടും ഈ എക്സാമ്പിൾസ് എത്രയും ചെയ്തു നോക്കണം. ഇടയ്ക്ക് ഈ ടേബിൾ ഒന്ന് റിവൈസ് ചെയ്യുകയും വേണം. ഓക്കെ, now let's discuss the second activity that is given in page number 36. Cohesive devices in the practice ആണ്. Cohesive devices നെ കുറിച്ച് you have studied it in the chapter of Stephen Hawking. Hope you remember that. അതിന് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു 5 questions ഉണ്ട്. നോക്കാം നമുക്ക്. First one, all the assignments should be submitted on time. Dash, they will not be evaluated. ടൈമിന് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇവാലുവേറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഏതാ വേണ്ടത്? therefore ആണോ, അതർവൈസ് ആണോ, ഓൺ ദ കോൺട്രറി ആണോ? ഏതാ? അതർവൈസ്. The price of petrol has gone up considerably in the last few years. Dash, the sale of cars has not seen any decrease. പെട്രോളിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, പക്ഷേ കാസിൻ്റെ സെയിലൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഏതാ? ഇൻ അഡീഷൻ ടു ആണോ, therefore ആണോ, however ആണോ? അങ്ങനെയാണെങ്കിലും എന്ന് പറയുമ്പോൾ however. തേർഡ് വൺ, സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. ഡാഷ്, ഇറ്റ് ഹെൽപ്സ് യു ടു സേവ് മണി. സൈക്ലിങ്ങിൻ്റെ 2 അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് പറയണത്. ഗുഡ് എക്സസൈസാണ്, പിന്നെ എന്താണ്? മണി സേവ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതാ വേണ്ട? however ആണോ, moreover ആണോ, consequently ആണോ? moreover. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആർ ചീപ്പർ ആൻഡ് മോർ റിലയബിൾ ദാൻ ലാപ്ടോപ്സ്. ഡാഷ്, ദേ ലാസ്റ്റ് ലോങ്ങർ. ലാപ്ടോപ്സിനെക്കാട്ടിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ചീപ്പറാണ്, അതിനെക്കാട്ടിലും റിലയബിളും ആണ്. ഇത് പോരാഞ്ഞിട്ട് മൂന്നാമതൊരു ഗുണം കൂടെ ഉണ്ടതാണ്, ദേ ലാസ്റ്റ് ലോങ്ങർ. അപ്പോൾ ഏതാ?
വേറസ് ആണോ, ഫർദർ മോർ ആണോ, ഓൾട്ടർനേറ്റീവ്ലി ആണോ? ഫർദർ മോർ. പിന്നെ ഒരു ഗുണവും കൂടെ പറയാം. ലാസ്റ്റ് വൺ, there is a stiff competition between mobile phone companies to win customers. Dash, they are slashing prices to attract customers. എന്താണ്, അല്ലെങ്കിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട് മൊബൈൽ ഫോൺ കമ്പനീസ് തമ്മിൽ. അത് കാരണം അവരെന്ത് ചെയ്യാണ്, പിന്നെ വില കുറച്ച് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആസ് എ റിസൾട്ടാണോ, ഇൻ കോൺട്രാസ്റ്റ് ആണോ, ഇൻ കൺക്ലൂഷൻ ആണോ? ആസ് എ റിസൾട്ട്. ആ കോമ്പറ്റീഷൻ്റെ കാര്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രൈസസ് ഒക്കെ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ ആൻസേഴ്സ് ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ആ സെക്കൻഡ് ആക്ടിവിറ്റി തനിയെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എൻഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ 3 അസൈൻമെൻറ്റ്സിനുള്ള ടോപ്പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വെച്ചാൽ പേജ് നമ്പർ 35 അതൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്. ഒരു ടീച്ചർ തൻ്റെ സ്റ്റുഡൻറ്റിനെ കുറിച്ച് വളരെ പ്രൗഡായിട്ട് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ടീച്ചർ ആരായിരുന്നു? ആ ആർട്ടിക്കിളിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫസർ ബി ഹൃദയകുമാരി ടീച്ചറാണ് അല്ലേ. ഹൃദയകുമാരി ടീച്ചറിന് ഐ ഹോപ്പ് യു നോ ആരായിരുന്നു. ഷി വാസ് എ വെരി ഫേമസ് പ്രൊഫസർ. നമുക്കല്ലാതെ കൂടുതലായിട്ട് അറിയാമെന്നുള്ള എങ്ങനെയാണ്, ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് സുഗതകുമാരി ടീച്ചർ ഹു പാസ്ഡ് അവേ റീസെൻ്റ്ലി അല്ലേ. ഇപ്പോൾ മരിച്ചുപോയ പ്രശസ്ത കവയത്രിയായിരുന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ ചേച്ചിയും കൂടെ ആയിരുന്നു ഹൃദയകുമാരി ടീച്ചർ. അപ്പോൾ ഹൃദയകുമാരി ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന അരുൺ എം കുമാർ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണത്. അപ്പോൾ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ അത് പേജ് നമ്പർ 38 അത് ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ലാസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എന്താണ്, this is an unusual excerpt wherein a teacher makes an assessment of a student after several years. Don't you think that each of your classmates has his or her own special qualities? List out the qualities that you have noticed. Now, based on your findings, prepare an article on your views of an ideal person for your school magazine. ഒരു നല്ല ആക്ടിവിറ്റിയാണിത്. എന്താ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ ടീച്ചർ സ്റ്റുഡൻറ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ വായിക്കണം. അതിനുശേഷം നിങ്ങളോട് എന്താ മനസ്സിരുത്തി വായിച്ച് വെറുതെ ഒരു എന്താണ് നമ്മളൊരു അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി വായിക്കുന്നതല്ല, നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെ വായിക്കണം. അത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങളോട് പറഞ്ഞേക്കുകയാണ് നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലുള്ള നല്ല ക്വാളിറ്റീസ്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും കൂടെ ഇല്ല, ബട്ട് സ്റ്റിൽ യു നോ നിങ്ങൾക്കുള്ള പല ഫ്രണ്ട്സിൻ്റെയും ഗുഡ് ക്വാളിറ്റീസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ആ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ ബേസിസിൽ ഒരു സ്കൂൾ മാഗസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് എഴുതിയ അസൈൻമെൻറ്റ് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അതൊന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കി ഇപ്പോൾ എഴുതുക. എന്താണ്, സ്കൂൾ മാഗസീനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അസൈൻമെൻറ്റ് എഴുതുക. പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ യുവർ വ്യൂസ് ഓഫ് ആൻ ഐഡിയൽ പേഴ്സൺ. നിങ്ങൾ ഫസ്റ്റ് അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ചിന്തിക്കുമ്പോൾ കിട്ടും. അത് വെച്ചിട്ട് ഒരു നല്ലൊരു ആർട്ടിക്കിൾ ഡെഫിനറ്റ്ലി നോട്ട്ബുക്കിൽ എഴുതുക. പിന്നെയുള്ളത് തേർഡ് ആക്ടിവിറ്റിയാണ്. വാച്ച് ദ ഡോക്യുമെൻ്ററി ഓൺ സ്റ്റീഫൻ ഹോക്കിംഗ് ആൻഡ് പ്രിപ്പയർ എ പ്രസൻറ്റേഷൻ ഓൺ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് എൻ എമിനൻറ്റ് പേഴ്സൺ who has overcome many obstacles or difficulties and become successful in life. ഇപ്പോൾ യൂട്യൂബിനകത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഡോക്യുമെൻ്ററീസ് ഉണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കണ്ടു നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളോട് ഒരു പ്രസൻറ്റേഷനാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ അറിയാമെങ്കിൽ ദാറ്റ് വിൽ ബി വെരി നൈസ്. എന്തിനെക്കുറിച്ചിട്ടാണ് പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഓഫ് എൻ എമിനൻറ്റ് പേഴ്സൺ ഹു ഹാസ് ഓവർകം മെനി ഒബ്സ്റ്റക്കിൾസ് ഓർ ഡിഫിക്കൽട്ടീസ് ആൻഡ് ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. ലൈഫിലുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസിനെയൊക്കെ മറികടന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. ആരാ? ഹെലൻ കെല്ലർ, വിൽമ റുഡോൾഫ്, വാലന്റീന ടെറഷ്കോവ. അപ്പോൾ ഇതിലാരെങ്കിലും കുറിച്ച് മതിയാവും. ഇതെല്ലാം വേറെ ആരെങ്കിലും കുറിച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനത്തെ ആരെങ്കിലും വേറെ ഒരാളെ കണ്ടുപിടിക്കുക. എന്നിട്ട് അവരെ കുറിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇനി അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട, അല്ലാതെ ഷീറ്റ്സിലായി ഓരോരോ പേപ്പറിൽ ഓരോ കമ്പ്യൂട്ടർ സ്ക്രീനിനകത്ത് ഓരോ പേജിലും എങ്ങനെ വരുമോ ആ രീതിയിൽ എഴുതിയാലും മതി. ഓക്കെ,
നെക്സ്റ്റ് ആക്ടിവിറ്റിയും ഒരു എന്താണ് പ്രസൻറ്റേഷൻ തന്നെയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? കളക്ട് ഇൻസ്പയറിംഗ് സ്പീച്ചസ് ബോത്ത് സ്ക്രിപ്റ്റ് ആൻഡ് ഓഡിയോ ഓർ വീഡിയോ ഓഫ് ഗ്രേറ്റ് പേഴ്സൺസ് ലൈക്ക് മാർട്ടിൻ ലൂതർ കിങ്, സ്വാമി വിവേകാനന്ദ, വിൻസ്റ്റൺ ചർച്ചിൽ, ജവഹർലാൽ നെഹ്റു, etc. Make a presentation based on the common factors in the speeches. See, the names of some famous people are given here. Martin Luther King, Swami Vivekananda, Winston Churchill, Nehru. It's very easy to get their speeches in YouTube. Try to collect them and make a presentation based on the common factors in the speeches. Definitely their speeches had a great impact on the masses. So you are asked to make a presentation based on the common factors in the speeches. Again, if you can make a presentation, please do so. Otherwise, write it as an assignment. Okay. So this is all about the assignments. Definitely you should write all these assignments in your notebook and send it to your English teacher. I would like you to do one more thing. That is, take page number 37 and see, two headings are given there. One is thematic outcomes and linguistic outcomes. First of all, go through it and then check yourself whether you have attained these qualities after completing the first unit of our English text. Hope you will do this one also. So let's call it a day. Thank you for listening. Have a great week ahead. Bye.